ജീവന്റെ ജീവനാണവൻ. ലോകത്തിൻ സ്നേഹം മാറുമേ, യേശുവാണെന്റെ സ്നേഹിതൻ. എന്നെ മുറ്റും അറിയുന്നവൻ, എൻ ജീവന്റെ ജീവനാണവൻ. എൻ ഉള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം. ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ നാഥൻ സന്നിധി. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവായിരുന്ന ശൗലിൻ്റെ ഹീനമായൊരു പ്രവൃത്തി 1 ശമൂവേൽ 22-ാം അധ്യായം 11 മുതൽ വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. അതായത്, തൻ്റെ അപ്രീതിക്ക് പാത്രനായ ദാവീദിനും കൂട്ടർക്കും വിശപ്പടക്കുവാൻ അപ്പം നൽകി എന്ന കുറ്റം ചുമത്തി പുരോഹിതനായ അഹിമേലെക്കിനെയും കുടുംബത്തെയും ഒപ്പം 85 പുരോഹിതന്മാരെയും ശൗൽ വെട്ടിക്കൊന്നു. ഭരണകൂടങ്ങൾക്കും അധികാരസ്ഥാനങ്ങൾക്കും ഇണങ്ങുന്ന രീതിയിൽ പ്രവർത്തിക്കാത്ത, അവരുടെ അഭീഷ്ടങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കാത്ത ഏവർക്കും ഉണ്ടാകുന്ന അനുഭവവും ഇതുതന്നെയാണ്. സഭയും വിശ്വാസിയും ഭരണകൂടങ്ങളുടെ താല്പര്യത്തിന് ഒപ്പം ചേരുവാൻ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നത് ഒത്തുതീർപ്പ് സംസ്കാരത്തിലേക്ക് തരം താഴ്ത്തപ്പെടുന്നു എന്നതാണ്. ഒത്തുതീർപ്പിന് സമ്മതിക്കാത്ത വിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുന്നു, വധിക്കപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന 2 സംഗതികൾ ഉണ്ട്. ഒന്നുകിൽ സ്വന്തം ജീവനേക്കാൾ ഉപരിയായി ക്രിസ്തുവിനെ സ്നേഹിച്ച് നന്മയുടെ ഭാഗമായി പീഡനം ഏറ്റെടുക്കണം. അല്ലെങ്കിൽ ഭരണകൂടങ്ങളുടെ താല്പര്യത്തിന് നിന്നുകൊണ്ട് ക്രിസ്തുവിനെയും സഭയെയും വഞ്ചിച്ച് തിന്മയുടെ ഭാഗമാകണം. ഈ 2 വഴികൾ നമ്മളുടെ മുമ്പിലുള്ളപ്പോൾ ക്രിസ്തു ശിമോൻ പത്രോസിനോട് ചോദിച്ച ഒരു ചോദ്യം കൂടി നമ്മുടെ മുൻപിൽ ഉണ്ട്. ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? യോഹന്നാൻ 21:15. ശിമോൻ പത്രോസ് ഇതിന് നൽകിയ ഉത്തരം, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നായിരുന്നു. ഇതിന് മറുപടിയായി ശിമോൻ പത്രോസിനോട് കർത്താവ് പറഞ്ഞു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിൻ്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോകുകയും ചെയ്യും. യോഹന്നാൻ 21:18. ഇവിടെ യേശു പറയുന്നത്, നിന്റെ ജീവിതം നീ ഇച്ഛിക്കുന്നത് പോലെ ആയിരിക്കില്ല. നിരവധി ബന്ധനങ്ങളിൽ കൂടിയും പീഡനങ്ങളിൽ കൂടിയും നിനക്ക് പോകേണ്ടി വരും. ആദ്യ നൂറ്റാണ്ടിലുണ്ടായ ക്രൈസ്തവ പീഡനത്തിൻ്റെ വെളിച്ചത്തിൽ വേണം കർത്താവിൻ്റെ ഈ പ്രസ്താവന ചിന്തിക്കേണ്ടത്. എത്രമാത്രം അനിശ്ചിതത്വം നിറഞ്ഞ ചുറ്റുപാടിലാണ് ക്രൈസ്തവ സഭ അതിൻ്റെ ദൗത്യം നിർവഹിക്കുന്നത്. ഇവിടെ നമ്മെ ഓർപ്പിക്കുന്നത് നമ്മുടെ മുൻപിൽ ഉള്ള വഴി അനിശ്ചിതത്വം നിറഞ്ഞതാണ്. വിശ്വാസിയായി ജീവിക്കുന്നതിനാൽ അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്ന് ആർക്കും പറയുവാൻ കഴിയില്ല. യോഹന്നാൻ 16:2 അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടർ ആക്കും, അത്രയുമല്ല നിങ്ങളെ കൊല്ലുന്നവൻ എല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ചിന്തനീയമാണ്. ISS ഭീകരർ ക്രിസ്തീയ വിശ്വാസികളെ നിർദാക്ഷിണ്യം കഴുത്തെറുത്ത് കൊലപ്പെടുത്തിയിട്ട് ദൈവനാമത്തിലാണ് ഞങ്ങളിത് ചെയ്യുന്നത് എന്ന് പ്രഖ്യാപിച്ചിരുന്നത് വാർത്തകളിൽ വായിച്ചിട്ടുണ്ടല്ലോ. ഇതുതന്നെയാണ് ഇന്ന് ഇന്ത്യയിൽ പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. 2008 ഓഗസ്റ്റ് മാസം ഒറീസയിലെ കണ്ടമാലിൽ നടന്ന പീഡനത്തിൽ ശ്രുതിക്കുട എന്ന സ്ഥലത്ത് ഞായറാഴ്ച ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങിയ 3 പാസ്റ്റർമാരെ അക്രമികൾ പിടികൂടി ബന്ധിച്ച് അടിച്ചു കൊലപ്പെടുത്തുകയും അരിശം തീരാതെ മൃതശരീരങ്ങൾ തുണ്ടം തുണ്ടമായി തീയിലിട്ട് ചുടുകയും ചെയ്തു.
21 നൂറ്റാണ്ടിലെ ആദിമ ക്രിസ്ത്യാനികൾ എന്ന പുസ്തകത്തിൻ്റെ 77-ാം പുറത്ത് ഈ സംഭവം വിവരിച്ചിട്ടുണ്ട്. അനിശ്ചിതത്വങ്ങളുടെ നടുവിൽ കർത്താവിന് വേണ്ടി നിൽപ്പാനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. വിശ്വാസ ജീവിതത്തിൽ അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്ന് നമുക്ക് അറിയില്ല. കർത്താവിന് വേണ്ടി മുറിവേൽക്കേണ്ടുന്ന അനുഭവമാണ് ക്രിസ്ത്യ ജീവിതത്തിൽ ഉള്ളത്. ഇവിടെ ക്രിസ്തു നമുക്ക് നൽകിയ ഉറപ്പ് നമ്മുടെ മുൻപിൽ ഉണ്ട്. ലൂക്കോസ് 10:3. ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. യോഹന്നാൻ 16:33. ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്തന്നെ അനുഗമിക്കട്ടെ. കർത്താവിന് വേണ്ടിയുള്ള ശുശ്രൂഷ സ്വയം ത്യജിച്ച് കർത്താവിനെ സ്നേഹിക്കുന്ന ശുശ്രൂഷയാണ്. ഈ ശുശ്രൂഷ അനിശ്ചിതത്വങ്ങളുടെ ശുശ്രൂഷയാണ്. ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം. പുരോഹിതനായ അഹീമേലെക്കിനും കുടുംബത്തിൽ ഉൾപ്പെട്ട എല്ലാവർക്കും, ഒപ്പം 85 പുരോഹിതന്മാർക്കും സംഭവിച്ചത് ഇതുതന്നെയാണ്. തനിക്കിഷ്ടമില്ലാത്ത ദാവീദിന് ഭക്ഷണം നൽകി എന്നത് മാത്രമാണ് ആയിരുന്നു അവർ ചെയ്ത കുറ്റം. വിശപ്പിന് ഭക്ഷണം നൽകുന്നത് കുറ്റമാണ്. ക്രിസ്തീയ ജീവിതം കഷ്ടതകളുടെ മാർഗമാണ്. അത് നമുക്ക് തടങ്കൽ പാറയല്ല, പ്രത്യാശയിൽ അനുദിനം വളരുന്നതിനുള്ള ചവിട്ടുപടിയാണ്. നോട്ട് സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ബട്ട് സ്റ്റെപ്പിംഗ് സ്റ്റോൺ. കഷ്ടതയുടെ മധ്യത്തിൽ നാം തനിയെ അല്ല, കർത്താവ് നമ്മോട് കൂടെയുണ്ട്. കർത്താവേ, നിനക്ക് വേണ്ടി കഷ്ടത സ്വീകരിപ്പാൻ, ക്രൂശിൻ്റെ സാക്ഷിയായി നിൽപ്പാൻ എന്നെ സമർപ്പിക്കുന്നു. ആമേൻ. വീഴുമ്പോൾ താങ്ങുമേ